സഹോദരന്മാരെ നാം പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ ഇമാമിനെ അന്ധമായി അനുകരിക്കേണ്ടുന്നത് കൊണ്ട് ആളുകൾക്ക് വളരെ ഭദ്രമായിക്കൊണ്ട് കേരളത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇസ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്നവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഇവിടെ കേൾക്കാറുള്ള മാലിക് ഇബ്നു ദീനാർ കൊണ്ടുവന്ന അതേ മതമാണ് ഞങ്ങൾ പറയുന്നത്. മുജാഹിദുകൾ പറയുന്നത് പുത്തൻ വാദമാണ്. മാലിക് ഇബ്നു ദീനാർ ഇവിടെ കൊണ്ടുവന്ന ഇസ്ലാമിനെ കുറിച്ച് നമുക്കറിയാം. ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരായിരുന്നു അവരെ സ്വീകരിച്ചത്. അവർക്ക് ഭാര്യമാരില്ലാതിരുന്നപ്പോ ഹൈന്ദവ യുവതികളെ ഇസ്ലാമിലേക്ക് കൺവെർട്ടിംഗ് നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന വിവാഹം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഹൈന്ദവർ. പള്ളി കയറ്റി കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഹൈന്ദവർ. എന്തായിരുന്നു അവരിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിക പ്രകടനം? പ്രവാചകൻ പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചു. അന്നിപ്പോ കൊടുങ്ങല്ലൂരിൽ വന്ന് അവർ കപ്പലിറങ്ങിയപ്പോ അന്നത്തെ റബീഉൽ അവ്വലിൽ മാലിക് ഇബ്നു ദീനാറിനെയും തന്റെ കൂട്ടുകാരെയും അവിടെ ഹൈന്ദവർ എങ്ങനെയാ കണ്ടിരിക്കുക? റബീഉൽ അവ്വൽ 12 അന്ന് ഖൂലൂ തക്ബീർ എന്ന് പറഞ്ഞ ഹൈവേയുടെ ഭാഗത്ത് കൂടി ഒരു റാലി അതുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാവോ? അങ്ങനെയാണ് അവരിത് കൊണ്ടുവന്നിട്ടുള്ളതില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ അന്ന്? എന്നാൽ മൗലിദിനെ സംബന്ധിച്ചിടത്തോളം, ഈ റാലികളെ സംബന്ധിച്ചിടത്തോളം തടവ പറഞ്ഞത് ഹിജ്റ 300 ശേഷമാണ് അതുണ്ടായത്. ഷാഫി മരണപ്പെടുന്നതോ ഹിജ്റ 224 ഇവിടെ പറഞ്ഞു പോകുന്നത്. അദ്ദേഹം ഈ സംഭവം അറിയില്ല. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, കുറെ ഫൈസിമാരും ധാരിമാരും ഒക്കെ മുജാഹിദിലേക്ക് പോവുകയാണ്. എന്ത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ പ്രയാസത്തിൽ. അവസാനമായി നമ്മൾ കേട്ടത് 1 മാസം മുമ്പ് ചന്ദ്രികയുടെ 4-ാം പേജിൽ ഒരു വാർത്ത നമുക്ക് വായിക്കാൻ കഴിഞ്ഞു. വലിയൊരു ലേഖനം. ആരുടെ ലേഖനമായിരുന്നു അത്? വെയിലിത്തറ മുഹമ്മദ് അലി മൗലവിയുടെ ലേഖനമായിരുന്നു. അതിനിടയിൽ എനിക്ക് പറയാനുള്ള ചന്ദ്രിക പേപ്പർ കൃത്യമായി നിങ്ങൾ വായിക്കണം. അത് കുറെ സുന്നത്തമായിട്ടുള്ള കാര്യം. അതിന്റെ അഭിപ്രായം പറയാം. അപ്പൊ ഏതായിരുന്നാലും ഈ ചന്ദ്രികയിൽ വന്ന ലേഖനം എന്തായിരുന്നു എന്നറിയോ? വെയിലിത്തറയുടെ ലേഖനമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലുള്ള ധീരമായ തൗഹീദിന്റെ പടയോട്ടത്തിനെതിരെ ശക്തമായി പ്രതിരോധം സ്ഥാപിച്ച മാന്യദേഹമായിരുന്നു വെയിലിത്തറ. ചില്ലറക്കാരനല്ല അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, റാലി നിർത്തലാക്കണം, അത് രാഷ്ട്രീയക്കാർക്ക് നൽകണം, അത് ഇസ്ലാമിന് പറഞ്ഞതല്ല. ആരാ പറഞ്ഞത്? വെയിലിത്തറയാ. ഒരു മുജാഹിദ് മൗലവിയായിരുന്നെങ്കിൽ നമുക്ക് പറഞ്ഞു തള്ളാമായിരുന്നു. പക്ഷേ ഇപ്പോൾ വെയിലിത്തറ പറയാനുള്ള കാരണം എന്താണ്? ഒരു കാലത്ത് വെയിലിത്തറയെ പ്രസംഗത്തിന് ക്ഷണിക്കുമ്പോ അദ്ദേഹം ഫോർമാലിറ്റികൾ പറയാറുണ്ട്. അദ്ദേഹത്തോട് ഇതേ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ പ്രായമാകുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആസ്തി ഇന്ന് വേണമെന്നാ പറഞ്ഞത്. അങ്ങനെ ആസ്തിയായപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞു, റാലി നിർത്തിക്കോളൂ. ഇപ്പൊ ആരെയും സഹായമല്ലാതെ ധൈര്യമായിട്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റും. അപ്പൊ ഹുസൈൻ ഫൈസി പറഞ്ഞതുപോലെ കാര്യങ്ങൾ ഓരോന്നിങ്ങനെ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനം ഇത് വിളിച്ചറിയിക്കുകയാണ് ലോകത്തേക്ക്. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഇനി നിങ്ങൾ ചിലപ്പോ ഇങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞാൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങളിൽ നിന്ന് അകന്നുപോയ ഇറങ്ങിപ്പോയ ആളുകൾ ഞങ്ങളോട് വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോ എന്നൊക്കെ ആയിരിക്കും പിന്നെ കേൾക്കുക. നിങ്ങൾ മാത്രം ഞങ്ങളോടുണ്ടോ? പക്ഷേ ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി കേരളത്തിലെ നിരവധി അനവധി പണ്ഡിതന്മാരുമായി ഞങ്ങൾ സംവദിച്ചതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ മറികടക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല എന്നുള്ളത്. മാത്രമല്ല, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അടിവരയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ മുജാഹിദുകളും മുജാഹിദുകളുടെ മറുപക്ഷത്തുള്ള ആളുകളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങൾ, അതായത് ഒരു ഇമാമിന്റെ പിന്നിൽ നിന്നെങ്കിലേ രക്ഷപ്പെടൂ എന്ന് പറയുന്നവരുണ്ടല്ലോ, ഇവിടെ മുജാഹിദുകളും മുജാഹിദുകളുടെ മറുപക്ഷത്തിരിക്കുന്ന മദ്ഹബി പക്ഷപാതക്കാരും തമ്മിൽ തർക്കമുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾക്ക് ഇമാം ഷാഫി പറഞ്ഞ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ ലോകത്ത് ഒരൊറ്റ മനുഷ്യനും ഇന്ന് നമ്മൾ കാണുന്ന ഈ സുന്നത്ത് ജമാഅത്ത് സ്ഥാപിക്കാൻ സാധ്യമല്ല. ആരെങ്കിലും ഞങ്ങളെ വിളിച്ചത് സ്ഥാപിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. എവിടേക്ക് വിളിച്ചോ ഞങ്ങളൊക്കെ അവിടെ വരാം.
ഞങ്ങൾ അങ്ങോട്ട് തന്നെ തിരിച്ചു പോരാം. ഞങ്ങൾക്ക് വേണ്ടി ഈ കാണുന്ന സുന്നത്ത് ജമാഅത്ത് ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ സാധനം ഇമാം ഷാഫിയുടെ തെളിവുകളുടെ പിൻബലത്തോടെ. കാരണം എന്താണ്? അഖ്ദു ഖൗലിൽ വൈരി ബിഗൈരി മഅരിഫതി ദലീലിഹി. ഇമാം ഷാഫി പറഞ്ഞ കാര്യം അന്ധമായി അനുകരിക്കുക. കർമ്മ മേഖലയിൽ എന്താണോ ഇമാം ഷാഫി പറയുന്നത് അതാണ് സ്വീകരിക്കേണ്ടത്. എങ്കിൽ കർമ്മ മേഖലയിൽ മുജാഹിദുകളും മദ്ഹബുകാരും തമ്മിൽ തർക്കത്തിരിക്കുന്ന വിഷയങ്ങൾക്ക് ഇമാം ഷാഫി പറഞ്ഞ തെളിവുകൾ എടുത്തുദ്ധരിച്ചിട്ട് മുജാഹിദുകളോടൊന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ വേണ്ട ഞങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ ഞങ്ങൾ സ്വീകരിക്കാം. ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം നിരവധി ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരും പണ്ഡിതന്മാരും ഞങ്ങളോട് സംവദിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. അവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്ക് മുജാഹിദായതിൽ സങ്കടമുണ്ട്, എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് മദ്ഹബുകാരാക്കി മാറ്റി തീർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സുന്നിയാക്കി മാറ്റി തീർക്കുക. മുജാഹിദായി കഴിഞ്ഞാൽ ചില്ലറ പ്രയാസമൊന്നുമല്ല, മുമ്പുണ്ടായിരുന്ന സൗകര്യങ്ങളൊന്നുമല്ല. മാത്രമല്ല ഇപ്പൊ ഇവിടേക്ക് പണ്ഡിതന്മാരെല്ലാവരും കയറി വന്നു. യാതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫോർമാലിറ്റികളൊന്നും പെടണ്ട. വേറെ മറ്റു വേദികളിലായിരുന്നെങ്കിൽ മുമ്പ് ഹുസൈൻ ഫൈസി ഈ സ്റ്റേജിൽ ഒരു കാലത്ത് കയറിയപ്പോ തക്ബീറിന്റെ അമരധ്വനികളോടുകൂടെ കയറിയ മാന്യദേഹം ഇന്ന് ആരുമില്ല, പൊരു വെയിലത്തിന് കയറിയിരുന്നു. അപ്പൊ ഇതിലേറെ സൗകര്യമുള്ള മേഖലയിലേക്ക് തിരിച്ചു പോകുന്നത് വൈകാരികമായി താല്പര്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ മരിച്ചു പോവണമല്ലോ എന്ന ഭയം കൊണ്ടാണ് എല്ലാ ആളുകളും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെയുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കിക്കാണുന്നവരാണ്. ഇന്ന് ആളുകളുടെ ഒരു ധാരണ ഉണ്ടത്, സാധാരണക്കാരായ ആളുകൾ മുഴുവനും മുജാഹിദിന് മറുപക്ഷത്താണ്. ഒരിക്കലുമല്ല. കേരളത്തിലെ നിഷ്പക്ഷതയുടെ പ്രതീകങ്ങളായ, നിഷ്കളങ്കതയുടെ പ്രതീകങ്ങളായ ഇവിടെയുള്ള സാധാരണക്കാർ അവർ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്താണ്? രണ്ട് വിഭാഗവും ആയത്തു ഹദീസ് ഓതുകയാണ്. ഒരു വിഭാഗം ഇവിടെ പറയുന്നത് ആയത്തു ഹദീസ് ഓതിയാൽ നമ്മൾ പഴച്ചു പോകുന്ന, ഇമാമ് പറഞ്ഞത് കേട്ടാ മതി എന്നാ പറയുന്നത്. അതേ സ്ഥാനത്ത് മുജാഹിദുകൾക്ക് മറുപടി പറയാൻ വ്യവസ്ഥകൾ എഴുതുമ്പോ, വാദപ്രതിവാദങ്ങൾക്ക് വ്യവസ്ഥ എഴുതുമ്പോ ഒന്നേ ഖുർആൻ, രണ്ടേ ഹദീസ് എന്ന് പറഞ്ഞ് പ്രമാണങ്ങളാണ് ഇവിടെ എഴുതുന്നത്. ഖുർആനും ഹദീസും അർത്ഥം വെച്ചാല് വളരെ തെറ്റാണ്, കുറ്റകരമായ കാര്യമാണ് എന്ന് കേരളത്തിൽ പ്രഖ്യാപിച്ചിരുന്നവർ, ഇന്നും പറയുന്നവർ, ഇമാമിനെ അന്ധമായി അനുകരിക്കണമെന്ന് പറയുന്നവർ, നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കുക. ഒരു ഇമാമ് പറയുന്നത് കേട്ടു പോവണം എന്ന് പറയുന്ന മനുഷ്യന്മാർ കാര്യങ്ങൾ പറയാൻ തയ്യാറാകുമ്പോൾ ആയത്തു ഹദീസ് ഓതാൻ തയ്യാറാകുന്നു. ഇത് ഏത് അടിസ്ഥാനത്തിലാണ്? കേരളത്തിലെ നിരവധി ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരുമായി സംവദിക്കാനുണ്ടായ സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങൾ ചോദിച്ചത്, നിങ്ങൾ ഈ ആയത്തും ഹദീസും ഓതി വഅദ് പറയുന്നത് തെറ്റല്ലേ? കാഫിറാകുന്ന പരിപാടിയാണ് എന്നല്ലേ നമ്മുടെ സാവിയിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾ എന്തിനാ ഈ ആയത്തും ഹദീസും ഓതി വഅദ് പറയുന്നത്? ഷാഫി ഇമാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ? ഷാഫി ഇമാമിന്റെ ഉദ്ധരണികൾ കൊണ്ട് ഇന്ന് നമ്മൾ ഈ കാണുന്ന സുന്നത്ത് ജമാഅത്ത് സ്ഥാപിക്കപ്പെടാൻ കഴിയില്ല. ഒരിക്കലും തന്നെ ഇമാം ഷാഫി അറിയില്ല. മാത്രമല്ല ഒരു ഇമാമിനെ അന്ധമായി അനുകരിക്കണം എന്ന് പറയുന്ന ഈ ധാരണയുണ്ടല്ലോ, അതിനെ 4 മദ്ഹബിന്റെ ഇമാമുകളും ശക്തമായി ഖണ്ഡിച്ചവരാണ്. ഇമാം അബൂ ഹനീഫ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ഹറാമുൻ അലാ മൻ ലം യഅരിഫ് ദലീലി അൻ യുഫ്തിയ ബികലാമി. അബൂ ഹനീഫ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അബൂ ഹനീഫയുടെ ഫത്വയെ സ്വീകരിച്ചോളൂ, നിങ്ങളുടെ കർമ്മ മേഖലയിലും വിശ്വാസ മേഖലയിലും സ്വീകരിച്ചോളൂ എന്ന് പറയുന്നത് കുറ്റകരമായ കാര്യമാണ് എന്ന് അബൂ ഹനീഫ ഇമാം ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതായത് അബൂ ഹനീഫ ഇമാം ഇവിടെ വിളിച്ചു പറയുന്നത്, മുജാഹിദുകളായ ആളുകൾ വന്നുകൊണ്ട് സുബഹിയിൽ ഖുനൂത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുമ്പോ ഖുനൂത്തുണ്ട് എന്ന് പറഞ്ഞ് ആയത്തും ഹദീസും മോദി തെളിവ് പറഞ്ഞ് പ്രസംഗിക്കുന്ന ഇവിടെയുള്ള മാന്യ പണ്ഡിതന്മാരോട് അബൂ ഹനീഫ ഇമാം പറയുന്നത്, നിങ്ങൾ എന്റെ ആളുകൾക്ക്, ഹനഫി മദ്ഹബുകാർക്ക് മദ്രസയിലേക്ക് പുസ്തകം അടിച്ചു വിടുമ്പോ നിങ്ങൾ അവർക്കും ഖുനൂത്ത് കൊടുക്കണം എന്ന് അബൂ ഹനീഫ ഇമാം പറയുന്നത്. കാരണം എന്താണ്? തെളിവ് സ്വീകരിച്ചാൽ മതി, ഞാൻ പറയുന്നത് നിങ്ങൾ അന്ധമായി അനുകരിക്കണ്ട എന്ന് അബൂ ഹനീഫ ഇമാം പഠിപ്പിക്കുമ്പോ ആരാ സഹോദരന്മാരെ മദ്ഹബിന്റെ ഇമാമുകളെ സ്വീകരിക്കുന്നത്? അതുപോലെ 4 മദ്ഹബിന്റെ ഇമാമുകളിൽ രണ്ടാമനായ മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തെ പഠിപ്പിക്കുന്നത്, മാ മിൻ അഹദിൻ ഇല്ലാ വഹുവ മഅഖൂദുൻ മിൻ കലാമിഹി വമർദൂദുൻ അലൈഹി ഇല്ലാ റസൂലുള്ളാഹ്. ഏതൊരു മനുഷ്യനാണെങ്കിലും അവന്റെ വാക്കിൽ തള്ളേണ്ടതും